പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. കഴിഞ്ഞ ഭാഗം മുതൽ നാം ചിന്തിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഭ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഓരോ കൂട്ടായ്മകളും ഓരോ പ്രസ്ഥാനങ്ങളും സംഘടിപ്പിച്ച് തങ്ങൾ വികസിപ്പിച്ചെടുത്ത തത്വശാസ്ത്രങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ മറക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ നിലനിൽപ്പും ദൈവിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടും ദൈവഹിതത്താൽ പരിശോധിക്കപ്പെടുന്ന സമയത്ത് അത് വിലമതിക്കാനാകുമോ, അന്ന് തങ്ങൾ പ്രചരിപ്പിച്ച ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ ഭാഗത്ത് ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ആദ്യം മുതൽ ദൈവം സ്ഥാപിച്ച സഭയുടെ ഗുണങ്ങളെ സംബന്ധിച്ച് വീണ്ടും ആധികാരികമായി നാം മനസ്സിലാക്കാൻ പോവുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച സഭയുടെ ഗുണഗണങ്ങൾ എങ്ങനെയായിരിക്കണം, ദൈവം അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ഉപദേശങ്ങൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ നാം സവിസ്തരം കേട്ടുകഴിഞ്ഞു. ദൈവം വെറുതെ ഒരു ജനതയെ വിളിച്ചു ചേർത്തതല്ല. ഒരു കൂട്ടം ആളുകളെ, അത് എത്തരക്കാരായിരുന്നാലും പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഒരിക്കലും ദൈവം ഈ ഭൂമിയിൽ സഭയെ വളർത്തിയത്. ദൈവത്തിൻ്റെ ഇംഗിതങ്ങൾ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ഹിതമറിയുന്ന, ദൈവത്തിൻ്റെ ഉപദേശങ്ങളും കൽപ്പനകളും പാലിക്കുന്ന അനുസരണയുള്ള ഒരു ജനക്കൂട്ടത്തെയാണ് ദൈവം വിളിച്ചു ചേർത്തത്. ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ ദൈവം ഇങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം പരിശോധിച്ചു കഴിഞ്ഞു. ദൈവം തൻ്റെ സഭയുമായിട്ട് നേരിട്ട് സമ്പർക്കം നടത്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു. അത് മാത്രമല്ല, ദൈവത്താൽ എപ്പോഴും അത് സംരക്ഷിക്കപ്പെടുകയും പശ്ചാത്തപിക്കുകയും അനുതപിക്കുകയും ആത്മതപനം ചെയ്യുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം നിർമ്മല ഹൃദയങ്ങൾ ഉള്ളവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ സഭയെന്ന് പഴയ നിയമ പുസ്തകങ്ങളിൽ കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമം ആരംഭിക്കുന്നത് വരെ, അതായത് പഴയ നിയമം അവസാനിക്കുന്ന വരെയുള്ള ഭാഗങ്ങളിൽ ദൈവം ഈ ഭൂമിയിലുണ്ടാക്കിയ സഭയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും തിരുവചനത്തിൽ കൂടെ നമുക്ക് നൽകുന്നു. ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനോ നമ്മൾ വളർത്തിയെടുത്ത നമ്മുടെ വിശ്വാസത്തിനോ അനുസരിച്ചല്ല ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ചുള്ള വീക്ഷണം. ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ചുള്ള വീക്ഷണം എപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തന്നെയാണ്. ഇത് സ്വാർത്ഥനായൊരു ദൈവത്തെ അല്ല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ശ്രേഷ്ഠനും ഉന്നതനും നമുക്ക് വേണ്ടി എല്ലാം നൽകുന്നതുമായ നിസ്വാർത്ഥനായ സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ് എന്നുകൂടെ നാം ഓർക്കേണ്ടതുണ്ട്. ഇന്ന് തിരുവചനത്തിൽ നിന്നും ആദിമസഭ എന്ത് മാതൃകയാണ് ഇന്നത്തെ നമ്മുടെ സഭയ്ക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. സഭയെ സംബന്ധിച്ച് ആധികാരികമായി നാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം പഠിക്കേണ്ടത് AD 34 ശേഷം, അതായത് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞതിന് ശേഷം സുവിശേഷം ജാതികളിലേക്ക് പുറപ്പെട്ടതിന് ശേഷമുള്ളതായ കാര്യങ്ങൾ. അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സഭയെ പരിപാലിച്ചത്, അന്നത്തെ അപ്പോസ്തലിക സഭ, അതായത് ആദ്യ നൂറ്റാണ്ടിൽ വളർന്നു വന്ന സഭയെ ദൈവം എങ്ങനെയാണ് പരിപോഷിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളെ കൂടെ ആധികാരികമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പും നമ്മുടെ സഭാ സങ്കല്പവും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും നമുക്ക് ലഭിക്കും. തിരുവചനം വളരെ വ്യക്തമായിട്ട് അതിനെ സംബന്ധിച്ച് ഉള്ള മറുപടി നമുക്ക് നൽകുന്നു. നമ്മളെല്ലാവരും അങ്ങനെ പാട്ടുപാടാറുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ദൈവമേ നീ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം? ആദിമ സഭയിലുണ്ടായ അനുഭവം എന്താണ്? നാം മുമ്പ് ചിന്തിച്ചു,
പഴയ നിയമ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിൽ തൻ്റെ സഭയെ നോക്കിക്കണ്ടത്, അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ളവരായിരിക്കണം തൻ്റെ സഭയിൽ എന്നൊക്കെ ദൈവം ചിന്തിച്ചതിനെ സംബന്ധിച്ച് ആദ്യ ഭാഗത്ത് നാം ഒരുമിച്ച് അതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ആദിമസഭ നമുക്ക് നൽകുന്ന തെളിവ് എന്താണ്? ആദിമസഭ എന്ത് കാര്യം പഠിക്കാനാണ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ഈ ആദിമസഭയെ സംബന്ധിച്ചുള്ള നമ്മുടെ പരിശോധന നമ്മുടെ നിലനിൽപ്പിനെ, നമ്മുടെ ഇന്നത്തെ സഭാംഗത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഭൂമിയിലുള്ള സഭാംഗത്വം, അത് ഏത് സഭയോ ആയിക്കൊള്ളട്ടെ, അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ശക്തമായ തെളിവുകളാണ് ആദിമസഭയെ സംബന്ധിച്ചുള്ള പഠനം നമ്മുടെ മുമ്പിൽ നിരത്തുന്നത്. AD 34 ശേഷം ആരംഭിച്ചതായ അപ്പോസ്തോലിക സഭ ലോകത്തിൽ ഇനി സ്ഥാപിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഗുണങ്ങളെക്കുറിച്ച് വളരെ നൂതനമായ ദൈവദത്തമായ ഒരു ദൂതാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് ചിന്തിക്കാം, തിരുവചനത്തിൽ നമുക്ക് ചിന്തിക്കാം, എന്താണ് ആദിമസഭയിൽ കൂടെ നമുക്ക് പഠിക്കാനുള്ളത്? ആദിമസഭയുടെ വീക്ഷണത്തിൽ നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത്? നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞു. ഇനി മേലിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കരുത്, യേശു ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കരുത് എന്ന് ന്യായാധിപ സഭയുടെ ശാസനയുടെ മുമ്പാകെ, ഇനി മേലിൽ യേശുവിനെ കുറിച്ച് നീ പ്രസംഗിക്കരുത് എന്നുള്ള ന്യായാധിപ സഭയുടെ തീക്ഷ്ണമായ ശകാരത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ പറയുന്ന ശക്തി നിറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നാം വായിച്ചത്. ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ അനുസരിക്കുന്നത് ദൈവം മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ പരിശോധിക്കുവിൻ എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന സന്ദർഭം, നിങ്ങൾ മേലിൽ ഈ സുവിശേഷം പ്രസംഗിക്കരുത് എന്നാണ്. യേശുവിനെക്കുറിച്ച് നിങ്ങൾ പറയരുത് എന്നാണ്. ഈ വാക്യത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ആശയം ഇതാണ്: ലോകം പറയുന്നു നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കരുത്. ലോകത്തിൻ്റെ അധികാരികൾ പറയുന്നു നിങ്ങളിൽ മേലിൽ ഈ യേശുവിനെ പ്രസംഗിക്കരുത്. ഈ സുവിശേഷം ഇന്നുകൊണ്ട് നിങ്ങൾ നിർത്തണമെന്ന് ലോകം തൻ്റെ അധികാരം ഉപയോഗിച്ച് അപ്പോസ്തലന്മാരോട് പറയുമ്പോൾ, യേശു ക്രിസ്തു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ പറയുകയാണ്, ദൈവത്തെക്കാൾ അധികം മനുഷ്യനെ അനുസരിക്കുന്നത് ന്യായമോ? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ആദിമ സഭ ഈ ഭൂമിയിൽ നിലനിന്നത് ഈ ഭൂമിയിലെ യാതൊരു അധികാരങ്ങളുമായിട്ടോ ഈ ലോകത്തിലെ യാതൊരു വിശ്വാസ സംഹിതകളുമായിട്ടോ ദൈവത്തിനപ്പുറമായിട്ട് യാതൊരു ഉടമ്പടിക്കും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് തടസ്സമായി ദൈവത്തിൻ്റെ തിരുവചനം അനുശാസിക്കുന്ന ദൂതുകൾക്കനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമായി ഈ ലോകത്തിലെ എന്തു തന്നെ പറഞ്ഞാലും, ഈ ലോകത്തിലെ ആര് തന്നെ ശബ്ദമുയർത്തിയാലും അതുമായിട്ട് യാതൊരു ഒത്തുതീർപ്പിനും ഞങ്ങളില്ല എന്നുള്ളതാണ് ആദിമസഭയിൽ കൂടെ നമുക്ക് പഠിക്കാനുള്ള സഭ എന്നാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ലോകവുമായിട്ട് യാതൊരു ഒത്തുതീർപ്പും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത് മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം തന്നെ, അതിൻ്റെ 32-33 വാക്യങ്ങൾ. ആ വാക്യം ഇങ്ങനെ പറയുന്നു: വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും ആരും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലതും അവർ പൊതുവായി കരുതി. 33-ാമത്തെ വാക്യം പറയുന്നത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു പോന്നു. ഈ വാക്യത്തിൽ കൂടെ ആദിമസഭ നമുക്ക് നൽകുന്ന ദൂതെന്താണ്? സഭ എന്നാൽ എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം ആദിമസഭ നമുക്ക് നൽകുന്നത് എന്താണ്? ഈ വാക്യം പറയുന്നു,
വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും അവർ ഏക മനസ്സുള്ളവരുമായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം, 2 ഏക മനസ്സ്, 3 തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അതിൻ്റെ തൊട്ടു താഴെയുള്ള വാക്യം പറയുന്നത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോൾ ആദിമസഭ നമുക്ക് നൽകുന്ന ദൂത് ഇതാണ്. ആദ്യം നാം ചിന്തിച്ചു, ഈ ലോകവുമായിട്ട് യാതൊരു ഒത്തുതീർപ്പും ഇല്ല. യേശുവിൻ്റെ സുവിശേഷം പറയുന്നതിന് തടസ്സമായിട്ട് ഈ ലോകത്തിൽ ആര് വിലക്കിയാലും അതുമായിട്ട് യാതൊരു ഒത്തുതീർപ്പും ഇല്ല എന്നുള്ളത്. രണ്ടാമത് നമ്മൾ വായിക്കുന്നു, വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അതുമാത്രമല്ല, തനിക്കുള്ളത് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. കൂടാതെ മഹാശക്തിയോടുകൂടെ സാക്ഷ്യം പറഞ്ഞു വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സഭ എന്നുള്ളതിൻ്റെ ഒരു നിർവചനം നമ്മൾ കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ സഭ ലോകവുമായിട്ട് യാതൊരു ഒത്തുതീർപ്പും ഇല്ലാത്തതും ഏക മനസ്സുള്ളതും ഏക ഹൃദയമുള്ളതും സ്വന്തമെന്ന് ഒന്നും അവകാശപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ, സ്വാർത്ഥതയില്ലാതെ തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കും കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുന്ന ഒരു കൂട്ടം. അങ്ങനെ ഏക മനസ്സും സ്വാർത്ഥതയില്ലാത്തവരുമായിട്ടുള്ള ഒരു കൂട്ടവും മാത്രമല്ല മഹാശക്തിയുള്ളവരുമായിരുന്നു. ഇന്ന് ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ട ദൈവത്തിൻ്റെ സഭയും ഇതേ മാതൃക പിന്തുടരേണ്ടതാണ്. ഏക മനസ്സുണ്ടായിരിക്കണം, ഏക ഹൃദയമുണ്ടായിരിക്കണം. മാത്രമല്ല, സ്വന്തമെന്ന് ഒരിക്കലും പറയാതെ ഉള്ളത് മറ്റുള്ളവനും കൂടെ കൊടുക്കുന്ന മനോഭാവവും. മാത്രവുമല്ല, മഹാശക്തിയോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുകയും വേണം. സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുവാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും സുവിശേഷത്തിൻ്റെ വളർച്ച, സഭയുടെ വളർച്ച വളരെ പരിമിതമാണ്. അത് ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആഗോളപരമായി സഭകൾ വ്യാപിക്കുന്നു, ആഗോള വ്യാപകമായി സംഘടനകൾ വർദ്ധിക്കുന്നു. അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. ധാരാളം കാര്യങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. കൂണുകൾ പോലെ പുതിയവ മുളച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ചല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. സത്യസഭയുടെ വളർച്ച ഇന്ന് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം ഒരുങ്ങി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം ഏക മനസ്സുള്ളവരുടെ കൂട്ടം വളരെ കുറച്ചേ ഉള്ളൂ, ഏക ഹൃദയമുള്ളവരുടെ കൂട്ടം വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല, മഹാശക്തിയുള്ളവരുടെ കൂട്ടം അതെവിടെ നമുക്ക് കാണാൻ കഴിയും? ഇന്ന് ലോകത്തിൽ മഹാശക്തിയുള്ളവർ എവിടെയുണ്ട്? അവരുടെ മഹാശക്തി എവിടെ വെളിപ്പെടുന്നുണ്ട്? ലോകത്തിൻ്റെ കാര്യങ്ങളിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ഈ ലോകം അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങളിൽ മഹാശക്തിയോടുകൂടെ അവർ പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നാം പരിശോധിച്ച് നോക്ക്. ഇന്നത്തെ എൻ്റെ നിൽപ്പ് ദൈവസഭയിലാണോ? ഞാൻ ഉൾപ്പെടുന്ന സഭ മഹാശക്തിയോടുകൂടെ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ മെമ്പർഷിപ്പുള്ള സഭ ഇന്ന് ഏക മനസ്സുള്ളവരുടെ കൂട്ടമാണോ? എൻ്റെ അംഗത്വമുള്ള സഭ ഏക ഹൃദയം ഉള്ളവരുടെ കൂട്ടമാണോ? ഇന്ന് ഞാൻ നിലനിൽക്കുന്ന, ഞാൻ വലുതായി പറയുന്ന, ഞാൻ ഏറെ അഭിമാനിക്കുന്ന നമ്മുടെ സ്വന്തം സഭ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എൻ്റെ പ്രേക്ഷകർ യഥാർത്ഥമായി ചിന്തിച്ചു നോക്ക്. നമ്മൾ ഓരോരുത്തരും നിൽക്കുന്ന സഭ ഏക മനസ്സുള്ളതാണോ? ഏക ഹൃദയമുള്ളതാണോ? സ്വന്തമൊന്നും ഒന്നും പറയാതെ എല്ലാം മറ്റുള്ളവന് ദാനം ചെയ്യുന്നതാണോ? മഹാശക്തിയോടുകൂടെയാണോ ഇന്ന് യേശുവിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്നത്? മൂന്നാമത് ഒരു കാര്യവും കൂടെ ഈ ആദിമസഭയുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ടതുണ്ട്, നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം പറയുന്നത്, തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരായി എണ്ണപ്പെട്ടതിനാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പോയി. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യതയുള്ളവരെന്ന് സ്വയം അവർ എണ്ണി എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ, ദൈവത്തിന് വേണ്ടി അപമാനം സഹിക്കാൻ ആർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കും? യേശുക്രിസ്തു
തന്നോട് കാഴ്ച വേണമെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിലത്ത് തുപ്പി തൻ്റെ സ്വന്തം ഉമിനീര് കൊണ്ട് മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി ആ ചേറ് അവൻ്റെ കൺപോളകൾക്ക് പുറമേ പുരട്ടിയിട്ട് ശിലോഹാംകുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. നമ്മൾ ചിന്തിക്കും, ഇങ്ങനെ ഉമിനീര് ചെളിയിൽ കുഴച്ച് അയ്യോ അത് എങ്ങനെയാണ് എൻ്റെ കണ്ണുകളിൽ വാരി തേക്കുക, അയ്യോ അത് ശരിയല്ല, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാം. ഇതിന് പല ഉദാഹരണങ്ങളും പല വ്യാഖ്യാനങ്ങളും പലരും കൊടുക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന് വേണ്ടി ഈ തുപ്പൽ പോലും സഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം എങ്ങനെ കണ്ണു തുറക്കും? നമ്മുടെ ആത്മീയഗോളം എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും? എങ്ങനെ സഭയ്ക്ക് കാഴ്ച ലഭിക്കും? ഇവിടെ അപ്പോസ്തലന്മാർ ആദിമസഭയുടെ വക്താക്കളോട്, അന്നത്തെ ആധികാരിക സഭ, അന്നത്തെ അധികാരമുള്ളവർ അവരോട് പറഞ്ഞത്, നിങ്ങളിത് മേൽ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തു. പക്ഷെ ആ ശിക്ഷ അവർ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരെന്ന് സ്വയം അവർ എണ്ണിയത് കൊണ്ട് അവർ എന്ത് ചെയ്തു? അവർ അത് സഹിച്ചു. എന്നിട്ട് സന്തോഷത്തോടുകൂടെ ആ ശിക്ഷയും ഏറ്റുവാങ്ങി യേശുവിന് വേണ്ടി സുവിശേഷം കൂടുതൽ ശക്തിയോടെ പ്രസംഗിച്ചു. ഓക്കെ, ഈ ഭാഗത്ത് ദൈവം നമുക്ക് നൽകുന്ന ദൂത് എന്താണ്? ദൈവത്തിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മുതൽ ചിന്തിക്കാം, ലോകവുമായിട്ട് യാതൊരു ഒത്തുതീർപ്പും ഇല്ലാത്ത സഭ, ലോകത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത സഭ, മാത്രമല്ല മഹാശക്തിയുള്ള, ഏക ഹൃദയമുള്ള, ഏക മനസ്സുള്ള, ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ മനസ്സുള്ള, നിസ്വാർത്ഥമായ ഹൃദയമുള്ളവരുടെ ഒരു വലിയ കൂട്ടം. കൂടാതെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ശക്തിയോടുകൂടെ സാക്ഷ്യം പറയുവാൻ മനസ്സുള്ളവരുടെ കൂട്ടം. യേശുക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുവാൻ മനസ്സുള്ളവരുടെ ഒരു കൂട്ടം. ഈ പ്രഭാഷണ പരമ്പരകളിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയമാണ്, ഇന്ന് ലോകത്തിലെണ്ണിയാൽ കൂടാത്ത സഭാവിശ്വാസങ്ങൾ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അതിന് വളവും വെള്ളവും നൽകി അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകരും ഈ ഭൂമിയിലെ തൻ്റെ സഭാംഗത്വം ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് ചിന്തിക്കുന്നു അനേകരും. എന്നാൽ ഓരോ നിമിഷവും ചിന്തിക്കേണ്ട സംഗതി വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്നു. നമ്മുടെ വിശ്വാസത്തിലേക്ക്, നമ്മുടെ അവിശ്വാസത്തിലേക്ക്, നമ്മുടെ ആധുനിക സഭാ സങ്കല്പങ്ങളിലേക്ക് ദൈവത്തിൻ്റെ നാമം വിരൽ ചൂണ്ടുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുകയാണ്. ഇന്നെൻ്റെ സഭാംഗത്വം ദൈവദത്തമാണോ? ദൈവദത്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ മഹാശക്തിയോടുകൂടെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? എനിക്കൊരു ഏക ഹൃദയമുണ്ടോ? എനിക്ക് ഒരു ഏക മനസ്സുണ്ടോ? ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി അപമാനം സഹിപ്പാൻ ഞാൻ യോഗ്യനായി എണ്ണപ്പെടുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ ഉൾപ്പെടുന്ന ദൈവത്തിൻ്റെ സഭ, ഇതിലേത് ഗുണമാണ് അവകാശപ്പെടുവാൻ യോഗ്യത? ഏത് ഗുണം അവകാശപ്പെടുവാൻ നമുക്ക് യോഗ്യതയുണ്ട്? നാം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്ത് ദൈവം നേരിട്ടിടപെട്ടു, നേരിട്ട് സമ്പർക്കം നടത്തി, ദൈവജനമായിട്ട് നേരിട്ട് സംസാരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത, ഇങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അനേകരുടെ ഒരു കൂട്ടമായിരുന്നു സഭയെന്ന് പഴയ നിയമപുസ്തകങ്ങൾ നമുക്ക് സാക്ഷ്യം പറയുന്നു. ഇതാ ആദിമസഭ AD 34 ശേഷമുള്ള ആധുനിക സഭ നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട് ഇതാണ്. ദൈവത്തിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ ഏക മനസ്സോടുകൂടെ പ്രവർത്തിക്കുന്നവർ, ഏക ഹൃദയമുള്ളവർ, തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനസ്സുള്ളവർ. തിരുവചന ശുശ്രൂഷയെ സംബന്ധിച്ച് ഐസയ്യാ പ്രവചനം 58 അധ്യായത്തിൽ പറയുന്ന ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? വസ്ത്രമില്ലാത്തവന് നിൻ്റെ വസ്ത്രം പകുത്തു കൊടുക്കുന്നതും, ആഹാരമില്ലാത്തവന് നിൻ്റെ ആഹാരം കൊടുക്കുന്നതും, ആവശ്യത്തിൽ ഇരിക്കുന്നവനെ സഹായിക്കുന്നതും, അശരണനെ കണ്ടാൽ അവനെ സംരക്ഷിക്കുന്നതും ഒക്കെയാണ് ദൈവത്തിൻ്റെ സുവിശേഷമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. ഇങ്ങനെ പ്രവൃത്തികൾ കൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ശ്രേഷ്ഠമായ സുവിശേഷ സത്യത്തെ വെറും ആചാരങ്ങൾ കൊണ്ടും
അംഗത്വം കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ഇന്നും ഈ തിരുവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിത, താങ്കളും ഞാനും ഉൾപ്പെടുന്ന സമൂഹമല്ലേ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ മൂല്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? നമ്മുടെ സ്വന്തം ആശയങ്ങളെ കൊണ്ട് ദൈവദത്തമായ ഈ ആശയങ്ങളെ ദുർബലപ്പെടുത്തുകയല്ലേ യഥാർത്ഥമായി നാം ചെയ്യുന്നത്? ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് എന്താ? നിസ്വാർത്ഥമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുവാനായിട്ടാണ്. ഭജനം, പൂജനം, ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ എന്ന് ഒരു കവിവര്യൻ ശ്രേഷ്ഠമായ തൻ്റെ വരികൾ എഴുതി ചേർത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെറും പൂജയും വെറും സാധനയും വെറും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ സഭ ഇവിടെ വളർന്നു വരേണ്ടത്. മഹാശക്തിയോടെ ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനസ്സുള്ളവരായിട്ട്, തേജസ്സോടെ, ഏകഹൃദയമുള്ളവരായി, ഏക മനസ്സുള്ളവരായി, അപമാനം സഹിക്കുവാൻ യോഗ്യതയുള്ളവരായി സ്വയം കരുതിക്കൊണ്ട് ലോകവുമായി യാതൊരു ഒത്തുതീർപ്പിനും സാധ്യതയില്ലാത്ത വിധം തങ്ങളുടെ വിശ്വാസത്തെ വളർത്തി വലുതാക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കണം ദൈവത്തിൻ്റെ സഭ. ഈ ഭാഗങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന വിഷയം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ, അതല്ലെങ്കിൽ ഞാനും നിങ്ങളും അംഗത്വം എടുത്തിരിക്കുന്ന ഈ ഭൂമിയിലെ സഭ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സഭയാണോ? ഒരു പുനഃപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പരിശോധനയിൽ കൂടെ വ്യക്തമായൊരു തീരുമാനം നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ അംഗത്വം കൊണ്ട് യേശു കൂടെ പോകുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. യേശു നമുക്കായി ഒരുക്കുന്ന വലിയ സന്തോഷം പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ആദിമസഭയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ദൈവത്തിൻ്റെ യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ മഹാശക്തിയോടെ, ഏക ഹൃദയത്തോടെ, ഏക മനസ്സോടുകൂടെ ഉള്ളതെല്ലാം മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാനുള്ള മനസ്സോടെ പ്രവർത്തിക്കുന്ന, അപമാനം സഹിക്കുവാനായി എണ്ണപ്പെടുന്ന, ലോകവുമായിട്ട് യാതൊരു ഒത്തുതീർപ്പിനും ഇടയില്ലാത്ത അങ്ങനെയുള്ളവരുടെ കൂട്ടമാണ് സഭ. നാം കഴിഞ്ഞ ഭാഗത്ത് ചിന്തിച്ചു, ദൈവത്താൽ നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന, ദൈവമായിട്ട് നേരിട്ടുള്ള ബന്ധം പുലർത്തി അനുഗ്രഹം പ്രാപിക്കുന്ന, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭയെന്ന്. ഇവിടെ ഇതാ ആദിമസഭ നമുക്ക് നൽകുന്ന വലിയ ഉദാഹരണം നാം ശ്രദ്ധിച്ചില്ലേ? നാം ശക്തിയുള്ളവരായി മാറിയിട്ടുണ്ടോ? നാം ഏക ഹൃദയമുള്ളവരായി മാറിയിട്ടുണ്ടോ? നമ്മുടെ സഭാ കൂട്ടായ്മകൾ മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹം പകുത്തു കൊടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് മാറിയിട്ടുണ്ടോ? അപമാനം സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകവുമായിട്ട് ഉള്ള ഒത്തുതീർപ്പ് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ആദിമസഭ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നൽകുന്നു. ഈ പ്രഭാഷണ പരമ്പരകളിൽ കൂടെ വാസ്തവമായും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ വിശ്വാസ ജീവിതവും നമ്മുടെ സഭാ സങ്കല്പങ്ങളും പുനഃപരിശോധിക്കപ്പെടണം. ഈ പുനഃപരിശോധന യഥാർത്ഥമായും നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. ദൈവത്തിന് തീർച്ചയായും ഈ ഭൂമിയിലൊരു സഭയുണ്ട്. ആ സഭ എന്താണെന്നുള്ളതിനെ കൂടുതൽ തെളിവുകളുമായിട്ട് നമുക്ക് ഇനിയും അടുത്ത ഭാഗങ്ങൾ കണ്ടുമുട്ടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന് ശക്തി നൽകുന്നതിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സകല ആഴങ്ങളെയും അറിയുന്ന വലിയവനായ ദൈവമേ, ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനെ, അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങളുടെ സഭാംഗത്വത്തെ ഞങ്ങൾ പരിശോധിക്കുന്നു. ശ്രേഷ്ഠമായൊരു സഭയുടെ അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നടത്തണമേ. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ നൽകി തന്ന യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ.